ഇന്ത്യൻ വിമൻസ് ക്രിക്കറ്റില് നമ്മൾ കാലങ്ങളായി സ്വയം ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ആരാണ് നമ്മുടെ ഫിനിഷർ? ആര് കളി ജയിപ്പിച്ചു തരും? ആ ചോദ്യങ്ങൾക്കെല്ലാം ഒരു ഉത്തരമായി വന്നിരിക്കുകയാണ് റിച്ച ഘോഷ്. റൺസ് എടുക്കുന്നതിനെക്കുറിച്ച് മാത്രമല്ല, ഒരു കളി എങ്ങനെ പിടിച്ചെടുക്കാം എന്നതിനെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. ഈ നമ്പർ കണ്ടോ, 250. ഇതൊരു സാധാരണ സ്ട്രൈക്ക് റേറ്റ് അല്ല. ശ്രീലങ്കയ്ക്കെതിരെ ഇന്ത്യ തോൽവി ഉറപ്പിച്ചൊരു ഘട്ടത്തിൽ വെറും 16 ബോളിൽ 40 റൺസ് അടിച്ച് റിച്ച കളി മാറ്റിയതിന്റെ കണക്കാണിത്. ഇത് വെറും റൺസല്ല, ഇത് ഇമ്പാക്റ്റാണ്. എതിരാളിയുടെ കയ്യിൽ നിന്ന് കളി തട്ടിപ്പറിക്കുന്ന ആ ഇമ്പാക്റ്റ്. അതെ, അതാണ് പോയിന്റ്. നമ്മൾ സംസാരിക്കുന്നത് സ്കോർ ബോർഡിലെ റൺസിനെക്കുറിച്ചല്ല, കളിയിലെ നിർണായക നിമിഷങ്ങളിലുണ്ടാക്കുന്ന ആ ഒരു സ്വാധീനത്തെക്കുറിച്ചാണ്. റിച്ച ഘോഷ് നമുക്ക് കൃത്യമായി കാണിച്ചു തന്നതും അതുതന്നെ. അപ്പോ എങ്ങനെയാണ് റിച്ച ഇത് ചെയ്യുന്നത്? എന്താണൊരു മികച്ച ഫിനിഷറുടെ രഹസ്യം? നമുക്ക് ആ പ്രഷർ നിമിഷങ്ങളെ ഒന്ന് അടുത്തുനിന്ന് നോക്കാം. ഒരു ടോപ്പ് ക്ലാസ് ഫിനിഷർക്ക് വേണ്ടത് എന്തൊക്കെയാണ്? ഒന്നാമത്തെ കാര്യം, ആ ഒരു ശാന്തത, പ്രഷറിൽ പതരാതെ നിൽക്കാനുള്ള കഴിവ്. റിച്ചയുടെ കളി നോക്കൂ. ബോളർ എവിടെ എരിയുമെന്ന് മുൻകൂട്ടി കണ്ട് അതിനനുസരിച്ച് ഷോട്ട് തിരഞ്ഞെടുക്കുന്നു. 2-3 ഓവർ മതി റിച്ചയ്ക്ക് കളിയുടെ ഗതി മാറ്റാൻ. ഇത് വെറുതെ കേറി അടിക്കുന്നതല്ല, ഇതിന് പിന്നിലൊരു കൃത്യമായ പ്ലാനിംഗ് ഉണ്ട്. ഓക്കെ, നമുക്ക് ആ മാച്ചിലേക്ക് തന്നെ തിരിച്ചുവരാം. റിച്ച ക്രീസിലേക്ക് വരുമ്പോൾ ഇന്ത്യയുടെ അവസ്ഥ എന്തായിരുന്നു? ആ ഒരു മൊമെന്റമാണ് കളി മൊത്തത്തിൽ മാറ്റിയത്. ആ സീൻ ഒന്ന് ഓർത്തു നോക്കിക്കേ. ടോപ്പ് ഓർഡർ ബാറ്റർമാരെല്ലാം ഔട്ടായി, ജയിക്കാൻ വേണ്ട റൺ റേറ്റ് റോക്കറ്റ് പോലെ മുകളിലേക്ക് പോകുന്നു. കളി കയ്യിൽ നിന്ന് പോയി എന്ന് എല്ലാവരും ഉറപ്പിച്ച നിമിഷം ശ്രീലങ്കൻ ബൗളർമാർക്ക് പൂർണ്ണ നിയന്ത്രണം. ഈ മാറ്റം നോക്കൂ. റിച്ച വരുന്നതിനു മുൻപ് ബൗണ്ടറികൾ വരാൻ നമ്മൾ ബുദ്ധിമുട്ടുകയായിരുന്നു. പ്രഷർ മുഴുവൻ നമ്മുടെ ബാറ്റർമാരുടെ തലയിലായിരുന്നു. പക്ഷേ റിച്ച വന്നതോടെ കളി മാറി. പ്രഷർ മുഴുവൻ ശ്രീലങ്കൻ ബൗളർമാരിലേക്ക് ഷിഫ്റ്റായി. അതാണ് ഒരു യഥാർത്ഥ ഗെയിം ചേഞ്ചർ ചെയ്യുന്നത്. പക്ഷെ ഒരു മിനിറ്റ്, റിച്ചിയുടെ കളി വെറും ബിഗ് ഹിറ്റിംഗ് മാത്രമാണെന്ന് കരുതരുത്. അതിനു പിന്നിൽ നല്ല ക്രിക്കറ്റിംഗ് ബ്രെയിൻ കൂടിയുണ്ട്. അവിടെയാണ് പാർട്ട്ണർഷിപ്പുകളുടെ പ്രാധാന്യം വരുന്നത്. ഇവിടെയാണ് റിച്ചയുടെ സ്മാർട്ട്നെസ് കാണാൻ കഴിയുന്നത്. ഒരു സൈഡിൽ സ്നേഹറാണ് ഒരു ആങ്കറെ പോലെ വിക്കറ്റ് കളയാതെ പിടിച്ചു നിന്നു. അപ്പോൾ റിച്ച എന്ത് ചെയ്തു? അഗ്രസർ റോൾ ഏറ്റെടുത്തു. റാണ സിംഗിൾസ് എടുത്ത് സ്ട്രൈക്ക് റിച്ചയ്ക്ക് കൊടുക്കുന്നു. റിച്ച ബൗണ്ടറികൾ കണ്ടെത്തുന്നു. ഇതൊരു സാധാരണ കൂട്ടുകെട്ടല്ല, ഇതൊരു കിടിലൻ ടാക്ടിക്സ് ആയിരുന്നു. കളിക്കളത്തിൽ കാണുന്ന ഈ ധൈര്യത്തിന് പിന്നിൽ ഒരു വലിയ യാത്രയുണ്ട്. നമുക്ക് സിലിഗുരിയിൽ നിന്നുള്ള ഈ താരത്തിന്റെ വളർച്ചയിലേക്ക് ഒന്ന് നോക്കാം. വെസ്റ്റ് ബംഗാളിലെ സിലിഗുരി എന്ന ചെറിയൊരു ടൗണിൽ നിന്നാണ് ഈ പവർ ഹിറ്റർ വരുന്നത്. വിക്കറ്റ് കീപ്പർ, ബാറ്റ്സ്മാൻ എന്നതിനൊക്കെ അപ്പുറം ഏത് പ്രഷർ സിറ്റുവേഷനെയും കൂളായി നേരിടുന്ന ഒരു ഫൈറ്ററാണ് റിച്ച. റിച്ചയുടെ വളർച്ചയുടെ ആ ഒരു സ്പീഡ് അവിശ്വസനീയമാണ്. നോക്കൂ, 2020 വെറും 16 വയസ്സിൽ ഇന്ത്യയ്ക്ക് വേണ്ടി ഡെബ്യൂ ചെയ്യുന്നു. കുറച്ചു വർഷങ്ങൾക്കുള്ളിൽ WPL കോടികൾ വിലമതിക്കുന്ന താരമാകുന്നു. ഇന്ന് ടീമിലെ ഏറ്റവും വിശ്വസ്തയായ ഫിനിഷർ. ഇതൊരു റോക്കറ്റ് റൈഡ് തന്നെയാണ്. ഓക്കെ, റിച്ചയുടെ ഈയൊരു പ്രകടനം ഒരു മത്സരം ജയിപ്പിച്ചു എന്നതിനേക്കാൾ വളരെ വലുതാണ്. ഇന്ത്യൻ വിമൻസ് ക്രിക്കറ്റിന് മൊത്തത്തിൽ ഇത് നൽകുന്ന ഒരു സന്ദേശമുണ്ട്. റിച്ച തന്നെ ഒരു പരസ്യത്തിൽ പറഞ്ഞിട്ടുണ്ട്, കളി ജയിക്കാൻ നിങ്ങൾക്ക് ബോൾസ് വേണമെന്ന്. അത് വെറുമൊരു ഡയലോഗല്ല, നമ്മൾ ആ മാച്ചിൽ കണ്ടത് ആ ഒരു ആറ്റിറ്റ്യൂഡ് തന്നെയാണ്. വനിതാ സ്പോർട്സിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളെ തന്നെ മാറ്റാൻ കഴിവുള്ള ഒരു സ്റ്റേറ്റ്മെന്റാണിത്. ഇതൊരു ചെയിൻ റിയാക്ഷൻ പോലെയാണ്. റിച്ചയെ പോലെ ഒരാൾ ഇങ്ങനെ പെർഫോം ചെയ്യുമ്പോൾ ബ്രാൻഡുകൾ വരും, അത് കൂടുതൽ കുട്ടികൾക്ക് കളിക്കാനുള്ള പ്രചോദനമാകും, ഫാൻ ബേസ് കൂടും, അങ്ങനെ കളി തന്നെ വളരും. ഇത് വെറുമൊരു വിജയം മാത്രമല്ല, വിമൻസ് ക്രിക്കറ്റിന്റെ ഭാവിയിലേക്കുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് കൂടിയാണ്. അപ്പോ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? ഇന്ത്യൻ വിമൻസ് ക്രിക്കറ്റിന്റെ ഒരു സുവർണ കാലഘട്ടത്തിന്റെ തുടക്കമാണോ നമ്മളീ കാണുന്നത്? റിച്ച ഘോഷിനെ പോലെ ഒരു ഫിനിഷർ ടീമിലുള്ളപ്പോൾ ഏത് ടാർഗറ്റും ചേസ് ചെയ്യാമെന്നൊരു ആത്മവിശ്വാസം വരുന്നില്ലേ? ശരിക്കും ഇതുപോലുള്ള ഇന്നിംഗ്സുകളാണ് വിമൻസ് ക്രിക്കറ്റിനെ അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകുന്നത്.